നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇതാ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വി.ഡി. സതീശന്റെ വീടിന് മുന്നിൽ, ആലുവയിലെ വീടിന് മുന്നിൽ ജനസാഗരം അങ്ങനെ തടിച്ചുകൂടുകയായിരുന്നു. അവരോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾ ആഗ്രഹിക്കുന്ന പേരല്ല ഒരു പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്താണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രകടനം, അല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്നായിരുന്നു. അതിന് ആ പ്രവർത്തകൻ അടിയുറച്ച ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയായിരുന്നു: വി.ഡി. സതീശനല്ലാതെ മറ്റാരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരില്ല എന്നുള്ളതാണ്. അതിന് യോഗ്യനല്ലെന്നോ അർഹതയില്ലെന്നോ എന്നല്ല, മറിച്ച് വി.ഡി. സതീശനാണ് ടീം UDFനെ, ഇത്രയും പടുകുഴിയിൽ കിടന്ന ടീം UDFനെ കൈകൾ കൊടുത്ത്, ആവേശം കൊടുത്ത് വലിച്ചു കയറ്റി ദേ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ പട നയിച്ചവൻ നയിക്കട്ടെ ഈ നാടിനെയും എന്നാണ്. ഒരു വ്യക്തി വായിച്ചും ഒരു വിഷയത്തിലുള്ള അറിവും അവനെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് ചോദിച്ചാൽ ദേ കേരള മുഖ്യമന്ത്രിയായി വരെ എത്തിക്കാൻ സാധ്യതയുണ്ട്. നിലപാടിന്റെ രാജകുമാരൻ, കേരള രാഷ്ട്രീയത്തിലെ തിരുത്തൽ ശക്തിയായും UDFന്റെ നട്ടലായും മാറിയ വി.ഡി. സതീശന്റെ ജീവിതം ഒരു പോരാട്ടത്തിന്റെ കഥയാണ്. വെറും ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്ന് മികച്ച പാർലമെന്ററിയനായും അവിടെ നിന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുമുള്ള അദ്ദേഹത്തിന്റെ വളർച്ച. ഇനി മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ എറണാകുളം ജില്ലയിലെ നെട്ടൂരിലായിരുന്നു ജനനമെങ്കിലും സതീശന്റെ രാഷ്ട്രീയ തട്ടകം പറവൂർ തന്നെയായിരുന്നു. വടശ്ശേരിയിൽ ദാമോദരന്റെയും വിലാസിനി അമ്മയുടെയും മകനായി ജനിച്ച സതീശൻ തന്റെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ നേതൃപാടവം പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു. KSU എന്ന വൻമരത്തിന്റെ തണലിലായിരുന്നു ആ രാഷ്ട്രീയ ജീവിതത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയത്. മഹാരാജാസ് കോളേജിലെ ചുവപ്പൻ കോട്ടങ്ങളിൽ തന്റേതായ ഇടം വെട്ടിത്തുറന്ന സതീശൻ പഠനത്തിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ മികവ് പുലർത്തി. ഒരുപക്ഷെ ആ കലാലയ ജീവിതമാകാം അദ്ദേഹത്തിന്റെ വാഗ്മിയെ രൂപപ്പെടുത്തിയെടുത്തത്. നിയമ പഠനത്തിന് ശേഷം ഹൈക്കോടതിയിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തെങ്കിലും സതീശന്റെ ഉള്ളിലെ രാഷ്ട്രീയക്കാരൻ വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ടേയിരുന്നു. അഭിഭാഷകന്റെ യുക്തിയും രാഷ്ട്രീയക്കാരന്റെ തന്ത്രവും ഒത്തുചേർന്നപ്പോൾ കേരള രാഷ്ട്രീയത്തിന് ലഭിച്ചത് പുതിയൊരു മുഖമാണ്. 2001 സതീശൻ ആദ്യമായി നിയമസഭയിലേക്ക് വരുന്നത്. കന്നി പോരാട്ടത്തിൽ തന്നെ പറവൂരിന്റെ മനസ്സ് കീഴടക്കിയ അദ്ദേഹം പിന്നീട് ആ മണ്ഡലത്തെ തന്റെ അഭിവാജ്യ ഘടകമാക്കി മാറ്റി. തോൽവിയറിയാത്ത സതീശൻ പറവൂരിൽ നിന്നും ജൈത്രയാത്ര തുടർന്നു. നിയമസഭയിൽ സതീശൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ഭരണപക്ഷത്തിന് എപ്പോഴും ഒരു വെല്ലുവിളി തന്നെയാണ്. വസ്തുതകൾ നിരത്തി കൃത്യമായ കണക്കുകളുടെ അകമ്പടിയോടെ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ പലപ്പോഴും സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. സതീശൻ പഠിച്ചിട്ടേ സംസാരിക്കൂ എന്നത് നിയമസഭയിലെ ഒരു അലിഖിത നിയമമായി മാറിയിരുന്നു. VM സുധീരന്റെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന തരത്തിൽ പരിസ്ഥിതി വിഷയങ്ങളിലും അഴിമതിക്കെതിരായ പോരാട്ടങ്ങളിലും സതീശൻ എന്നും മുൻപന്തിയിലായിരുന്നു. നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ആ സ്വഭാവം അദ്ദേഹത്തിന് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പ്രതിച്ഛായ നൽകി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിലുണ്ടായ തലമുറ മാറ്റത്തിന്റെ പ്രധാന ഗുണഭോക്താവായിരുന്ന സതീശൻ രമേശ് ചെന്നിത്തലയിൽ നിന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നത് കടുത്ത വെല്ലുവിളികളായിരുന്നു. തകർന്നടിഞ്ഞ ഒരു മുന്നണിയെയും ഗ്രൂപ്പ് പോരിൽ തളർന്ന ഒരു പാർട്ടിയെയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചോദ്യത്തിന് തന്റെ പ്രവർത്തന ശൈലി കൊണ്ട് അദ്ദേഹം മറുപടി നൽകി. ഓരോ വിഷയത്തിലും കൃത്യമായ ഗൃഹപാഠം ചെയ്ത് അദ്ദേഹം സർക്കാരിനെ കടന്നാക്രമിച്ചു. KPCC പ്രസിഡന്റ് K. സുധാകരനുമായി ചേർന്ന് സതീശൻ തീർത്ത സുധാകരൻ-സതീശൻ കോംബോ കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതിയൊരു ഉണർവ് നൽകി. പാർട്ടിക്കുള്ളിലെ ഐക്യം നിലനിർത്തുന്നതിനൊപ്പം തന്നെ സെമി കേഡർ സംവിധാനത്തിലേക്ക് പാർട്ടിയെ എത്തിക്കാനും അദ്ദേഹം ശ്രമിച്ചു. രാഷ്ട്രീയത്തിനപ്പുറം സതീശൻ ഒരു വലിയ പുസ്തകപ്രേമിയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെ ആഴം വരുന്നത് ആ വായനയിൽ നിന്നാണ്. ലോക സാഹിത്യം മുതൽ പ്രാദേശിക ചരിത്രം വരെ നീളുന്ന ആ അറിവ് സതീശനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. ഡേറ്റ രാഷ്ട്രീയത്തിന്റെ വക്താവാണ് സതീശൻ എന്ന് പറയാം. വെറും വൈകാരിക പ്രസംഗങ്ങൾക്കപ്പുറം ശാസ്ത്രീയമായ തെളിവുകൾ, പഠനങ്ങൾ, നിയമവശങ്ങൾ, അത് എങ്ങനെ ആപ്ലിക്കബിൾ ആണ് എന്ന തരത്തിലുള്ള ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന പത്രസമ്മേളനങ്ങൾ ഭരണകൂടത്തിന് എന്നും തലവേദനയാണ്. അതുപോലെ തന്നെ സ്പ്രിംഗ്ലർ വിവാദം മുതൽ ലൈഫ് മിഷൻ വരെ നീളുന്ന അഴിമതി ആരോപണങ്ങളിൽ സർക്കാരിനെ കൃത്യമായി കുടുക്കാൻ സതീശൻ ബുദ്ധിപരമായ ഇടപെടലുകൾക്ക് സാധിച്ചു. നിയമസഭയിൽ അദ്ദേഹം ഉയർത്തുന്ന ചോദ്യങ്ങൾ പലപ്പോഴും ഉത്തരമില്ലാതെ ഭരണപക്ഷത്തെ വിഷമിപ്പിച്ചിട്ടുണ്ട്.
ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ നേതാവായിട്ടാണ് യുവാക്കൾ സതീശനെ കാണുന്നത്. അനാവശ്യമായ ആചാരങ്ങൾക്കപ്പുറം പ്രായോഗിക രാഷ്ട്രീയത്തിന് അദ്ദേഹം മുൻഗണന നൽകുന്നു. എങ്കിലും സതീശന്റെ യാത്ര അത്ര സുഗമമായിരുന്നില്ല. പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കളുടെ അതൃപ്തിയും ഗ്രൂപ്പ് സമവാക്യങ്ങളും പലപ്പോഴും അദ്ദേഹത്തിന് പ്രതിബദ്ധതകൾ സൃഷ്ടിച്ചു. എന്നാൽ പക്വതയോടുകൂടി അവയെല്ലാം മറികടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കേരളത്തിലെ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള നേതാവാണ് സതീശൻ. വർഗീയതയ്ക്കെതിരെയും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനും അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങൾ പ്രശംസനീയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റമെന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ സ്വരമാണ്. വെറുമൊരു എതിർപ്പ് എന്നതിലുപരി ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങളിലൂടെ സർക്കാരിനെ തിരുത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കുടുംബത്തോടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പവും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ തിരുത്തുകൾക്കിടയിലും തന്റെ മണ്ഡലമായ പരവൂരിലെ ഓരോ വോട്ടറെയും നേരിട്ടറിയുന്ന, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു നാട്ടുകാരൻ കൂടിയാണ് അദ്ദേഹം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് UDF-നെ നയിക്കുന്ന പ്രധാന ചാലക ശക്തി സതീശൻ തന്നെയാണ്. കേരളം വീണ്ടും ഒരു മാറ്റത്തിനായി കാതോർക്കുമ്പോൾ സതീശൻ തന്ത്രങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. പതറാത്ത വാക്കുകൾ, കുറിക്കൊള്ളുന്ന തന്ത്രങ്ങൾ, ആഴത്തിലുള്ള അറിവ്. VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ് കേരളത്തിന്റെ വരും കാല രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലപാടുകളുടെ ആ പഴയ KSUക്കാരൻ ഇന്ന് ആവേശത്തോടുകൂടി മുന്നിലുണ്ട്, കേരളത്തെ നയിക്കാൻ, പട നയിക്കാൻ.